സഹൃദയ സദസ്സിന് നമസ്കാരം. ഏവർക്കും പുതുവത്സര ആശംസകൾ. ഈ നൂറ്റാണ്ടിൻ്റെ 22 വർഷങ്ങളും പിന്നിട്ടിരിക്കുന്നു. 23-ാം വർഷത്തിലാണ് നമ്മൾ. ഓരോ വർഷം കഴിയുമ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന, ആഗ്രഹം കഴിഞ്ഞുപോയ വർഷത്തിനേക്കാൾ മനോഹരമായ ഒരു വർഷമായിരിക്കണം വന്നിരിക്കുന്ന വർഷം എന്നത് തന്നെയാണ്. എന്നെ സംബന്ധിച്ച് ഈ പുതുവർഷാരംഭം ഇതിൽ പരം നല്ല ഒരു തുടക്കം കുറിക്കുവാൻ ഇല്ല എന്ന് പറയും. എൻ്റെ ജീവിതത്തിൽ കൽപ്പാന്തകാലത്തോളം ജീവിക്കുന്ന ഒരു സന്ധ്യയിലാണ് ഞാനിപ്പോൾ. ഈ വർഷത്തിലെ ആദ്യ പ്രധാന വേദിയിലാണ്. ആ വേദിയിൽ മലയാളത്തിൻ്റെ ഏറ്റവും സീനിയർ മോസ്റ്റ് സംഗീതജ്ഞനോടൊപ്പം ഈ സന്ധ്യയിൽ ഒരുമിച്ച് ഉണ്ടാകുവാൻ സാധിക്കുന്നു എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. നന്ദി യുവകലാ സഹതി. മറ്റൊരു സന്തോഷം, തൃശ്ശൂർ ശ്രീ കേരളവർമ്മ കലാലയത്തിലെ കലാലയ സഹപാഠിയായ ശ്രീ പി സുനീർ. ഞങ്ങൾ ഒരേ കാലഘട്ടത്തിൽ ഒരുമിച്ച് കേരളവർമ്മയിൽ ജീവിച്ച വ്യക്തികളാണ്. രാഷ്ട്രീയപരമായി ഇരുചേരികളിലായിരുന്നു എന്നുണ്ടെങ്കിലും എന്തെന്നില്ലാത്ത സ്നേഹ സൗഹൃദം ഞങ്ങൾ അന്നു മുതലേ സൂക്ഷിച്ചിരുന്നു. 80കളുടെ 2ാം പാദമാണ് ഞാൻ ഈ പറയുന്നത്. സുനീർ ഉദ്ഘാടനം ചെയ്ത ഒരു സന്ധ്യയിൽ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ഈ വേദിയിൽ നിൽക്കുവാൻ സാധിക്കുന്നു. സുനീറിൻ്റെ ഭാവി രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക ഇടപെടലുകൾക്കെല്ലാം തന്നെ വൻപിച്ച വിജയമുണ്ടാകട്ടെ എന്ന് ഈ കൂട്ടുകാരൻ സുനീറിന് വേണ്ടി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിനോടൊപ്പം തന്നെ ശ്രീ കേരളവർമ്മ കലാലയത്തിൽ എൻ്റെ പ്രിയപ്പെട്ട അനുജനായി ജീവിച്ച ശ്രീ നനീഷിൻ്റെ കുടീരത്തിനടുത്ത് നമസ്കരിച്ചുകൊണ്ട് യുവകലാ സഹതിയുടെ യുവകലാ സന്ധ്യയിലെ കൽപ്പാന്തകാലത്തോളം ആരംഭിക്കുകയാണ്. അനാദികാലം മുതൽ നാളിതുവരെയും വിന്യസിക്കപ്പെട്ട ശബ്ദങ്ങളുടെ വിധാനമാണത്രേ ആകാശം. പഞ്ചഭൂതങ്ങളിൽ ഒന്ന്. ആകാശവാസികളാണ് വിദ്യാധരന്മാർ. ഒപ്പമുള്ളത് യക്ഷന്മാർ, കിന്നരന്മാർ, ഗന്ധർവന്മാർ, അപ്സരസ്സുകൾ. സാധാരണ പറയും കിന്നരന്മാരുടെ കയ്യിലാണ് വീണ എന്ന്. വിദ്യാധരന്മാരുടെ കയ്യിൽ മാലയാണ്. അതൊരു പക്ഷേ സ്വരരാഗ മാലിക തന്നെയാകാം. എന്തു തന്നെയായാലും സംഗീതം ഇവർക്ക് അന്യമല്ല. അങ്ങനെ ആകാശത്തു നിന്നും ഇറങ്ങി വന്ന സ്വരരാഗമാലയുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന വിദ്യാധരനോടൊപ്പം ഇന്നീ സന്ധ്യ വിദ്യാധരൻ മാസ്റ്ററോടൊപ്പം പാട്ടുകൾ സമ്മാനിക്കുന്ന വാക്മയ ചിത്രങ്ങളുമാണ് ഏതൊരുവനെയും കാൽപ്പനികതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. കാൽപ്പനികതയിലേക്കാണ് നിങ്ങൾ സഞ്ചരിക്കുവാൻ പോകുന്നത്. ഗായകർ ഇവിടെ വന്ന് ആ വാക്മയ ചിത്രങ്ങളെല്ലാം തന്നെ വരയ്ക്കുമ്പോൾ ആ ചിത്രങ്ങൾക്ക് നിറങ്ങൾ ചാലിച്ച് ചാർത്തുന്നവരെ പരിചയപ്പെടുത്തുന്നു. ഓൺ കീബോർഡ് രജീഷ് രാജഗോപാൽ, പുല്ലാങ്കുഴൽ സുനിൽ കുമാർ, ലീഡ് ഗിത്താർ സനൽ ജോർജ്, ബേസ് ഗിത്താർ മെൽവിൻ ബോസ്, റിതം പാഡ് ബിനു സാം, തബലയിൽ ഷൈൻ ചിറയൻകീഴ്, അജിത് വിക്രമൻ തമ്പി. ആദ്യ ഗാനം ഇവിടെ അവതരിപ്പിക്കുന്ന ഗായകനെ ക്ഷണിക്കുകയാണ്. ഗന്ധർവ സംഗീതമെന്ന റിയാലിറ്റി ഷോയുടെ ആരോഹണ അവരോഹണങ്ങൾക്ക് എവിടെയോ വെച്ചാണ് ഈ ഗായകനെ നമ്മൾ എല്ലാവരും മനസ്സിലേക്ക് ചേർത്ത് വെച്ചത്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. രാജ്മോഹൻ. ഇവിടെ ഇന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ, ഉദ്ഘാടന സമ്മേളനത്തിൽ ശ്രീ ചേർത്തല ജയൻ വിദ്യാധരൻ മാസ്റ്ററുടെ പേര് പറയുന്നതിന് തൊട്ടു മുൻപ് പറഞ്ഞത് ദേവരാജൻ മാസ്റ്ററുടെ പേരാണ്. എന്തുകൊണ്ടും ദേവരാജൻ മാസ്റ്ററാണ് ഇവിടേക്ക് വരേണ്ടത്. കാരണം വിദ്യാധരൻ മാസ്റ്ററുടെ ഗുരു എന്ന് പറയുന്നത് ദേവരാജൻ മാഷാണ്. ഈ ഹാളിന് പുറത്തേക്ക് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഒരു നക്ഷത്രമായി ദേവരാജൻ മാസ്റ്റർ അദ്ദേഹത്തെ ആദരിക്കുന്ന ഈ സന്ധ്യയിൽ അവിടെ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം ചേർത്തല ജയൻ ആ പേര് ഇവിടെ പറയുവാൻ കാരണം. ദേവരാജ അനുഗ്രഹമാണ് മാസ്റ്റർക്ക്. ആദ്യമായി
വിദ്യാധരൻ മാഷ് ദേവരാജൻ മാഷെ കാണുന്നത് മദ്രാസിലൊരു ഹോട്ടലിൽ വെച്ചാണ്. ദേവരാജൻ മാഷ് തന്നെ പറഞ്ഞ് ഇദ്ദേഹത്തെ പറ്റിച്ചു, ഞാനല്ല ദേവരാജൻ എന്ന്. അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം അതേ വ്യക്തി നടന്നു വരുമ്പോൾ ഇതാണോ ദേവരാജൻ മാഷ് എന്ന് മാഷ് അത്ഭുതത്തോടെ മദ്രാസിലെ കേരള സമാജത്തിൽ വെച്ച് അത്ഭുതപ്പെട്ട കഥകളെല്ലാം മാഷ് തന്നെ പറഞ്ഞ് തന്നിട്ടുണ്ട്. ഈ ഗാനം ONV സാറിൻ്റെ വരികളാണ്. കുമാരസംഭവം എന്ന ചിത്രം മലയാളത്തിലെ ആദ്യ സംസ്ഥാന പുരസ്കാരം നേടിയ ചിത്രം. 1969 ഡിസംബർ 26 ഈ ചിത്രം റിലീസ് ചെയ്യപ്പെടുന്നത്. 2 പേരാണ് കുമാരസംഭവത്തിന് വേണ്ടി പാട്ടുകൾ മത്സരിച്ചെഴുതിയത്. 15 പാട്ടുകളാണ്. ONVയും വയലാറും. ഇവിടെ അവതരിപ്പിക്കുന്നത് മഹാനായ ONVയുടെ വരികൾ രാജ്മോഹൻ ആലപിക്കുന്നു. പൊൻതിങ്കൾ കല. ഗുരുനാഥനെ നമസ്കരിച്ചുകൊണ്ട് തന്നെ ദേവരാജ ഗീതം കേട്ടുകൊണ്ട് നമുക്ക് വിദ്യാധര സംഗീതത്തിലേക്ക് കിടക്കാം. രാജ്മോഹൻ. പൊൾത്തിങ്കൽ കല പൊട്ടു തൊട്ട ഹിമവൽ ശൈലാഗ്രശൃംഗത്തിൽ വെൺകൊറ്റ പൂങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ നൃത്യധൂർജടി ഹസ്തമാൻ തുടിതം തത്വത്തിൻ പൊരുളാലവിപ്പു മധുരം സത്യം ശിവം സുന്ദരം സത്യശിവ സൗന്ദര്യങ്ങൾ തൻ ഭദ്രപീഠമീ ശൈലം ശിവശൈലം സത്യശിവ സൗന്ദര്യങ്ങൾ ഭദ്രപീഠമീ ശൈലം ശിവശൈലം സത്യശിവ സൗന്ദര്യം ആദിയുഷസ്സു വിടർന്നു ഇവിടെ ആദിമനാഥതരംഗമുണർന്നു ആദിയുഷസ്സു വിടർന്നു ഇവിടെ ആദിമനാഥതരംഗമുണർന്നു പ്രപഞ്ചദർശന മൂല്യങ്ങൾ തൻ പ്രപഞ്ചദർശന മൂല്യങ്ങൾ തൻ പ്രഭാത ഗീതമുണർന്നു ഉണർന്നു ഉണർന്നു സത്യശിവ സൗന്ദര്യങ്ങൾ തൻ ഭദ്രപീഠമീ ശൈലം ശിവശൈലം സത്യശിവ സൗന്ദര്യം ആദിമകസു വിടുന്നു ഇവിടെ ആനന്ദാമൃതഗംഗയുണർന്നു ആദിതവസു തെളിഞ്ഞു ഇവിടെ ആദിമനാഭതരംഗമുണർന്നു തപസവാദിതരങ്ങൾ വിടർന്നു തപസവാദിതരങ്ങൾ വിടർന്നു താണ്ഡവ കേളിയുണർന്നു ഉണർന്നു ഉണർന്നു സത്യശിവ സൗന്ദര്യങ്ങൾ തൻ ഭദ്രപീഠമീ ശൈലം ശിവശൈലോ സത്യം ശിവം സുന്ദരം. ആറാട്ടുപുഴ, ഞാൻ ദേവരാജൻ മാഷെ തന്നെ കണക്ട് ചെയ്തിട്ട് പറയാം. ആറാട്ടുപുഴയിൽ നിന്നും 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന് വേണ്ടി മാഷെ തൃശ്ശൂർ കാൽഡിയൻ സ്കൂളിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മാഷ് നാട് വിട്ടുപോയതാണ് ദേവരാജൻ മാഷെ കാണാൻ. കൂടെ വേണുഗോപാലേട്ടൻ ഉണ്ടായിരുന്നു. മാഷെ കാണാൻ ഗായകനാകുന്നതിന് വേണ്ടി അദ്ദേഹം മദ്രാസിലേക്ക് കള്ളവണ്ടി കയറി പോയി. ഇപ്പോൾ ദേ ഇരിക്കുന്നു നമ്മുടെ ഒപ്പം. ഞങ്ങൾ തൃശ്ശൂർക്കാർ മാഷ് നടന്നു പോകുമ്പോൾ സാധാരണ പറയുക ദേ കൽപ്പാന്ത കാലത്തോളം നടന്നു പോകണമെന്ന് പറയും. ഈ പരിപാടിയുടെ ശീർഷകവും കൽപ്പാന്ത കാലത്തോളം എന്നതാണ്. ശ്രീമൂലനഗരം വിജയൻ എന്ന് പറയുന്ന നാടക
പ്രവർത്തകൻ, കവി മാഷ്ടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റമാണ് ഈ ശീർഷകത്തിന് കാരണം. കൽപ്പാന്തകാലത്തോളം. എൻ്റെ ഗ്രാമം എന്ന ചിത്രം 1984 പക്ഷേ ഈ കൽപ്പാന്തകാലത്തോളം എന്ന പാട്ട് ആ സിനിമയ്ക്ക് വേണ്ടി ഒരുക്കിയ പാട്ടല്ല. കേരള സ്റ്റേജ് എന്ന ശ്രീമൂലനഗരം വിജയൻ സ്വന്തമായ നാടക കമ്പനിയുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ തുളസിത്തറ എന്ന നാടകത്തിന് വേണ്ടി പ്രതാപ് സിംഗ് ഈണമിട്ട് ഒരുക്കിയ പാട്ടാണ് കൽപ്പാന്തകാലത്തോളം എന്ന പാട്ട്. എൻ്റെ ഗ്രാമം എന്ന ചിത്രത്തിന് വേണ്ടി മാഷുടെ അടുത്ത് മാറ്റി ചെയ്യുവാൻ പറയുകയായിരുന്നു കൽപ്പാന്തകാലത്തോളം. മാഷ് മടിച്ചു നിന്നു. ഇന്നത്തെ കാലഘട്ടം പോലെയല്ല കേട്ടോ. 1984 അതേ പ്രതാപ് സിംഗിനോട് അനുവാദം ചോദിച്ചതിന് ശേഷം മാത്രമാണ് മാഷ് കൽപ്പാന്തകാലത്തോളം ആ നാടക ഗാനത്തിൽ നിന്നും സിനിമാ ഗാനത്തിലേക്ക് മാറ്റിയത്. കൽപ്പാന്തകാലത്തോളം മാഷ് പാടുന്നത് പോലെ വേറൊരാൾക്കും പാടാൻ സാധിക്കയില്ല. അടുത്ത ഗാനം കൽപ്പാന്ത കാലത്തോളം എൻ്റെ ഗ്രാമം എന്ന മലയാളത്തിലെ അവസാന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിന് വേണ്ടി മാഷ് ഒരുക്കിയത് കളർഫുൾ ഗാനം. കൽപ്പാന്തകാലത്തോളം എന്ന പാട്ട് സിനിമയിലേക്ക് ഞാൻ ആദ്യമായിട്ട് അരങ്ങേറ്റം കുറിച്ച് ഉണ്ടാക്കിയ പാട്ടാണ്. അത് വേറൊരാൾ ചെയ്തു. അതെന്താണ് ട്യൂണെന്ന് എനിക്കറിയില്ല. ഞാനത് ശ്രീമൂലനഗരം വിജയൻ എന്ന് പറയുന്ന മഹാനായ എഴുത്തുകാരനോട് പറഞ്ഞപ്പോൾ വേറൊരാൾ ചെയ്തത് എനിക്ക് മാറ്റി ചെയ്യാന്നുള്ളത് മാനസികമായിട്ടൊരു യോജിപ്പില്ല. വിദ്യാധരൻ അത് കേട്ടിട്ടില്ല എന്നത് ഫ്രഷായിട്ടങ്ങ് ചെയ്തോളൂ എന്ന് പറഞ്ഞ ആ കവിത എൻ്റെ കയ്യിൽ തന്നു. അങ്ങനെ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി നമുക്കത് ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞതുകൊണ്ട് ഈ പാട്ട് ഞാൻ ചെയ്തു. ഒരുപാട് കാലങ്ങളോളമായിട്ട് അത് കൊണ്ട് നടന്ന് ഇങ്ങനൊരു ഈണം കണ്ടുപിടിച്ച് അത് യേശുദാസ് എന്ന് പറയുന്ന മഹാനായ പാട്ടുകാരനെ കൊണ്ട് നമുക്ക് പാടിച്ചു. ലോകം അത് സ്വീകരിച്ചു. ജനങ്ങൾക്ക് വളരെ തൃപ്തിയായി. എന്തായാലും ഈ പാട്ട് ഞാൻ തന്നെ പാടാം. കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരവുമായി നിൽക്കും. കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കല്യാണരൂപനാകും കണ്ണന്റെ കരളിനെ കവർന്ന രാധികയെ പോലെ കവർന്ന രാധികയെ പോലെ കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കണ്ണടച്ചാലുമെന്റെ കൺമുന്നിലൊഴുകുന്ന കല്ലോലിനിയല്ലോ നീ. കണ്ണടച്ചാലുമെന്റെ കൺമുന്നിലൊഴുകുന്ന കല്ലോലിനിയല്ലോ നീ. കന്മത പൂവിടന്നാൽ കളിവിരുന്നൊരുക്കും. കന്മത പൂവിടന്നാൽ കളിവിരുന്നൊരുക്കും. കസ്തൂരിമാനല്ലോ നീ. കസ്തൂരിമാനല്ലോ നീ. കൽപ്പാന്തകാലത്തോളം കാതലേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും.
കർപ്പൂരമെരിയുന്ന കതിർ മണ്ഡപത്തിലെ കാർത്തിക വിളക്കാണ് നീ. കർപ്പൂരമെരിയുന്ന കതിർ മണ്ഡപത്തിലെ കാർത്തിക വിളക്കാണ് നീ. കഥന കാവ്യം പോലെ കളിയരത്തിൽ കണ്ട അതിൽ മൈതമയന്തി കതിർമൈതമയന്തി കൽപ്പാന്തകാലത്തോളം കാതലേറിയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കല്യാണരൂപനാകും കണ്ണന്റെ കരളിനെ കവർന്ന രാധികയെ പോലെ, കവർന്ന രാധികയെ പോലെ. കൽപ്പാന്തകാലത്തോളം കാതലേറിയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. താങ്ക് യു. ഇന്നത്തെ ആദ്യ ഫീമെയിൽ വോയിസ്. ഈ ഫീമെയിൽ വോയിസ് നമ്മൾ ഏറെ കേട്ട് പരിചയമുള്ള ശബ്ദമാണ്, ഏറെ കണ്ടിട്ടുള്ള മുഖമാണ്. പ്രവാസിയായിരുന്നു, റേഡിയോയിലൂടെ കേട്ട ശബ്ദം. സീരിയൽ സിനിമ നടിയാണ്, സ്ക്രീനിലൂടെ കണ്ട മുഖം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി, എല്ലാറ്റിനും ഉപരി മാഷ്ടെ ശിഷ്യ മനീഷ. 1989 തടവറയിലെ രാജാക്കന്മാർ. മാഷ്ടെ പാട്ടുകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അധികമൊന്നും ഗാനമേളകളിൽ അവതരിപ്പിച്ച് കേൾക്കാൻ പറ്റാത്ത രീതിയിലാണ് മാഷ് ഇതെല്ലാം ഒരുക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം കേൾക്കാത്ത ഒരു പാട്ടാണ് 1989 ഈ തടവറയിലെ രാജാക്കന്മാർ എന്ന പി ചന്ദ്രകുമാർ ചിത്രം. മനോഹരമായ പാട്ട്. ആർ കെ ദാമോദര വരികളാണ്. നിശാഗന്ധി പൂത്തു നില ജമന്തി പൂത്തു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചെത്തിയ പോലെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വേദിയിൽ ഞാൻ നിൽക്കുമ്പോൾ. എനിക്ക് ദുബായ് എന്ന് പറയുന്നത് ഒട്ടും അപരിചിതമല്ലാത്ത ഒരു സ്ഥലമാണ്. 13.5 വർഷത്തോളം ഈ ഒരു ഭൂമിയിൽ ഒരുപാട് ശബ്ദങ്ങൾ കൊണ്ട് നിങ്ങളുടെയൊക്കെ കാതോരം ഒരുപാട് എന്താ പറയുക, നിങ്ങളെ രസിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത്ര വർഷം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വളരെ മിസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇവിടുത്തെ റേഡിയോ. ആ ഒരു കാലഘട്ടം നിസാർക്ക, അതുപോലെ തന്നെ റോബിൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കുഞ്ഞാലി, നമ്മുടെ രൂപക്കുട്ടി, ശ്രീകുട്ടി, അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ മാഷൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നീണ്ട വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ മണ്ണിൽ കാലുകുത്തുമ്പോൾ അത് എൻ്റെ ഗുരു കൂടിയായ വിദ്യാധര മാഷിനോടൊപ്പം വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സ്നേഹം, സന്തോഷം. പാട്ടിലേക്ക് പോകാം. നിശാഗന്ധി
അടുത്ത ഗാനത്തിലേക്ക്. അടുത്ത ഗാനം ഇവിടെ പ്രിയപ്പെട്ട സുനീർ ഉദ്ഘാടകൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു പാട്ടാണ്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടായതുകൊണ്ടായിരിക്കണമല്ലോ ആ പാട്ട് പറഞ്ഞത്. തമ്പി സാറിൻ്റെ വരികളാണ്, ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ വരികൾ. ഈ പാട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത്, വീണപ്പൂ എന്നുള്ള സിനിമയുടെ കഥ പറഞ്ഞ് അതിന് ഒരു പാട്ടുകൾ 4 പാട്ട് വരുന്നു. അപ്പോൾ തമ്പി സാറിനെ കൊണ്ടൊരു പാട്ട് എഴുതിക്കണം. അപ്പോൾ ആ പാട്ട് തമ്പി സാറ് മദ്രാസിലിരിക്കുക, നല്ല തിരക്കുള്ള സമയമാണ്. അപ്പോൾ അത് യേശുദാസിനെ കൊണ്ട് നേരിട്ട് പാടിക്കണം എന്ന് പറഞ്ഞ് തമ്പി സാർ എനിക്ക് ഈ സിറ്റുവേഷനൊക്കെ പറഞ്ഞ് ഡയറക്ടറും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും പോയി തമ്പി സാറിൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുത്തു. തമ്പി സാർ എനിക്ക് ടെലിഫോണിൽ 4 വരി പറഞ്ഞു. ആ ടെലിഫോണിൽ 4 വരി പറഞ്ഞത് മാത്രമേ എനിക്കറിയുള്ളൂ. പിന്നീട് പിറ്റേ ദിവസം ആ പാട്ട് പരിപൂർണമായിട്ട് എഴുതിയിട്ട് ട്രെയിനിൽ വരും. അത് വാങ്ങിയിട്ട് വിദ്യാധരൻ കൊണ്ടുപോയിട്ട് ഈ പല്ലി വെച്ചിട്ട് നോക്കിയോളൂ, അത് യേശുദാസിനെ കൊണ്ട് പാടിച്ചോളൂ എന്ന് പറഞ്ഞു തമ്പി സാർ പറഞ്ഞു. ഞാൻ യേശുദാസിനെ കൊണ്ട് പാടിക്കാനുള്ള ഡയറക്റ്റ് പാടാനുള്ള പാട്ട് കൈവശം കിട്ടിയപ്പോൾ ട്രെയിനിൽ കയറി തിരുവനന്തപുരത്ത് പോകുന്ന സമയത്ത് എനിക്ക് ഈ മദ്രാസിൽ നിന്ന് വന്ന ആൾ ഈ കവർ തന്നപ്പോൾ പാട്ട് പരിപൂർണമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് വായിച്ചു നോക്കി. പിന്നെ എനിക്ക് ഉറങ്ങാനും പറ്റില്ല, കിടക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല. എപ്പോഴും ബാത്റൂമിൽ പോവുക, ഈ പാട്ടും കൈ പിടിച്ച് അങ്ങോട്ടും കൂടി നടക്കുക, ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുക. മാനസികമായിട്ട് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം യേശുദാസിനെ കൊണ്ട് പാടിക്കേണ്ട ഒരു പാട്ട് മെലഡി ഒന്നും ആയിട്ടില്ല. ഇനിയിപ്പോൾ അവിടെ ചെന്നത് ഇപ്പോൾ പിറ്റേ ദിവസം അവിടെ ചെന്ന് ദാസേട്ടൻ പാടണ്ട, എന്താ ചെയ്യാമെന്ന് ഒരു പിടിയില്ല. പക്ഷേ ഞാനിങ്ങനെ നിർത്തി ട്രെയിനിൽ ബർത്തിലിരുന്നിട്ട് ഇങ്ങനെ നോക്കും. കുറേ കഴിയുമ്പോൾ അത് അടച്ചു വയ്ക്കും. പിന്നെ കുറച്ച് നേരം മൗനമായിട്ടിരിക്കും. മനസ്സിന് ഭയങ്കര പ്രയാസം. എന്തിനേറെ പറയുന്നു, തിരുവനന്തപുരത്ത് വണ്ടി ചെന്നപ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെ ആയാൽ തരക്കേടില്ലാന്ന് തോന്നിയിട്ട് ഒരു ഈണം മനസ്സിലിങ്ങനെ പ്ലാൻ ചെയ്തു. എന്നിട്ട് അവിടെ ചെന്ന് VC ജോർജ് എന്ന് പറഞ്ഞ തൃശ്ശൂർക്കാരൻ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം ഇപ്പം നമ്മളോടൊപ്പം ഇല്ല. ഞാൻ അവനെ വിളിച്ചു, ജോർജ് ഒരു 4 പാട്ട് ഷേപ്പാക്കാണ്ട്, അപ്പം നീ ഒരു എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. തരങ്ങണിയിൽ നിന്ന് ആ ഹാർമോണി എടുത്തോളൂ എന്ന് പറഞ്ഞ് തരങ്ങണിയിൽ നിന്ന് ഹാർമോണി എടുത്ത് കീർത്തി ലോഡ്ജിലേക്ക് വന്നു. അവിടെ നിന്ന് ഈ പാട്ട് 4 പാട്ടും പ്ലാൻ ചെയ്ത് ദാസേട്ടൻ പിറ്റേ ദിവസം വന്ന് പാടാൻ വരിക. അപ്പോൾ അതിന് കോഡ്സ് അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്ത് ഒരു പ്ലാൻ ചെയ്തു. സ്റ്റുഡിയോയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ദാസേട്ടൻ വന്നിട്ടുണ്ട്, ഈ പാട്ട് പാടണം. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന് കുറേ പറഞ്ഞ് ഞങ്ങൾ പാട്ട് പാടി ഒന്ന് നോക്കി. അപ്പോൾ അദ്ദേഹത്തിന് അത് ഓർമ്മയിലേക്ക് നിൽക്കാണ്ടിരിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ വിദ്യാധരൻ നമുക്ക് സൂത്രം ചെയ്യാം, വിദ്യാധരൻ കൂടി ഇരുന്ന് നമുക്ക് ഒന്നിച്ച് ബൂത്തിലിരുന്ന് പാടാം എന്ന് പറഞ്ഞ് വോയിസ് ബൂത്തിൽ ദാസേട്ടൻ്റെ ഒപ്പം ഞാൻ നിൽക്കുക. ഓർക്കസ്ട്രയൊക്കെ അറിഞ്ഞു ഇത് 2 പേരും നിന്ന് ഞാൻ പാടുന്നു. അപ്പോൾ അത് അവിടെ മ്യൂട്ട് ചെയ്തു. ദാസേട്ടൻ പാടുന്നു മാത്രം കേൾക്കും. അപ്പോൾ എനിക്ക് ഈ ദാസേട്ടന് പാടി കൊടുക്കുമ്പോൾ ആൾക്ക് വേഗം ഈ ട്യൂണിൻ്റെ ഗതികൾ ഓരോ ഭാഗവും മാറുമ്പോൾ അത് ബുദ്ധിമുട്ടില്ലാണ്ട് പാടാലോ, അതൊരു വലിയൊരു ഇൻസ്പിറേഷനാവും എന്നുള്ള നിലയ്ക്ക് എന്നെ കൊണ്ടും നിർത്തി പാടി. അങ്ങനെ ഒന്നിച്ച് നിന്ന് പാടിയൊരു പാട്ടാണ്. യേശുദാസിൻ്റെ ഒപ്പം ഞാൻ നിന്നിട്ട് ഈ പാട്ട്, ഞാൻ ഉണ്ടാക്കിയ പാട്ട് അദ്ദേഹം കൂടി പാടുക, 2 പേര് ചേർന്ന് പാടുക. ഇത് ടേക്ക് കഴിഞ്ഞപ്പോൾ കേട്ടപ്പോൾ ഉണ്ടാവുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ദാസേട്ടൻ്റെ ശബ്ദം കൂടി കേൾക്കുമ്പോൾ എന്ത് മനോഹരമായിട്ടാണ് ആ പാട്ട് അദ്ദേഹം പാടി വെച്ചത്. നമ്മുടെ ശബ്ദം നമ്മൾ ആ ട്യൂണിങ്ങനെ പറഞ്ഞ് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത് മൂപ്പര് അത് അതിമനോഹരമായിട്ട് പാടി. ഇത് ഇറങ്ങിയ സമയത്ത് ഷൺമാൻ്റെ ഹോളിലൊക്കെ പോയിട്ട് 2 പ്രാവശ്യം ആൾ തന്നെ പാടേണ്ടി വന്നു. ഇതൊന്നുകൂടി പാടുന്ന പറഞ്ഞ ആൾക്കാർ പാടിച്ചു. അപ്പോൾ അത്രയും മനസ്സ് തൃപ്തികരമായ രീതിയിലാണ് അദ്ദേഹം പാടിയത്. അപ്പോൾ ആ പാട്ട് നമുക്കിവിടെ രാജമോഹൻ ഇപ്പോൾ പാടും. രാജമോഹൻ പാടും. 1983 വീണപ്പൂവ് എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി സർ ട്രെയിനിൽ പാർസലായി കൊടുത്തയച്ച വരികൾ ഈണമിട്ട് വിദ്യാധരൻ മാഷ് പാടിയ ദാസേട്ടൻ രാജ്മോഹൻ പാടുന്നു. സുനീറിൻ്റെ പ്രിയപ്പെട്ട പാട്ട് നഷ്ടസ്വർഗങ്ങളെ നിങ്ങൾ എനിക്കൊരു ദുഃഖസിംഹാസനം. സ്വർഗങ്ങളെ നഷ്ടസ്വർഗങ്ങളെ
നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെ നീക്കൊരു ദുഃഖസിംഹാസനം നൽകി. തപ്തനിശ്വാസങ്ങൾ ചാമരം വീശും ഭഗ്നസിംഹാസനം നൽകി. നഷ്ടസ്വർഗങ്ങളെ മനസ്സിൽ പീലി വിടർത്തി നിന്നാടിയ മായമയൂരമിന്നെവിടെ കൽപ്പന മഞ്ജുമയൂരമിന്നെവിടെ അമൃതകുംഭങ്ങളാൽ അഭിഷേകമാടിയ ആഷാഢ പൂജാരിയെവിടെ അകന്നേ പോയി മൂകി അലിങ്ങേ പോയി അനുരാഗമാരി മറങ്ങേ പോയി. നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെ നീക്കൊരു ദുഃഖസിംഹാസനം നൽകി. തപ്തനിശ്വാസങ്ങൾ ചാമരം വീശും ഭഗ്നസിംഹാസനം നൽകി. നഷ്ടസ്വർഗങ്ങളെ കരളാലവളൻ കണ്ണീരു കോരി കണ്ണിലൻ സ്വപ്നങ്ങളെഴുതി ചുണ്ടിലൻ സുന്ദര കവനങ്ങൾ തിരുകി. പൊഴിഞ്ഞൊരാ വീതിയിൽ പൊഴിഞ്ഞൊരൻ കാൽപ്പാടി വീണപ്പൂവായവൾ പിന്നെ അകന്നേ പോയി നിഴൽ അകന്നേ പോയി അഴലിൻ്റെ കഥയതു തുടർന്നേ പോയി. നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെ നീക്കൊരു ദുഃഖസിംഹാസനം നൽകി. തപ്തനിശ്വാസങ്ങൾ ചാമരം വീശും ഭഗ്നസിംഹാസനം നൽകി. താങ്ക് യു. മാഷെ, തരങ്കിണി സ്റ്റുഡിയോയിൽ നിന്ന് നേരെ നമുക്ക് തൃശ്ശൂർ ബിനി ടൂറിസ്റ്റ് ഹോമിലേക്ക് വന്നാലോ? തൃശ്ശൂർ ബിനി ടൂറിസ്റ്റ് ഹോമിൽ വെച്ചാണ് ഇന്നും ജനിക്കാത്ത ഒരു സിനിമയ്ക്ക് വേണ്ടി മാഷ് ഒരു പാട്ടൊരുക്കിയത്. കാണാൻ കൊതിച്ച് മലയാളികൾ ഇന്നും കൊതിച്ചിരിക്കുകയാണ് ആ സിനിമയ്ക്ക് വേണ്ടി. ആ സിനിമയുടെ ഷൂട്ടിംഗ് പോലും നടന്നില്ല, പക്ഷേ പാട്ട് ജനിച്ചു. ഈ പാട്ടിനാൽ ആ സിനിമ ഇന്നറിയപ്പെടുന്നു, സിനിമ ഉണ്ടായില്ലെങ്കിലും. ശ്രീ ലോഹിതദാസിൻ്റെ ആദ്യ തിരക്കഥയിൽ ജനിക്കാനിരുന്ന സിനിമയാണ്. സുഗു മേനോൻ എന്ന സംവിധായകൻ. പക്ഷേ ഷൂട്ടിങ്ങിനോട് അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ സംവിധായകനും പ്രൊഡ്യൂസറും തമ്മിൽ
എന്തോ ഒരു സൗന്ദര്യപ്പിണക്കം. അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയി, സിനിമ അങ്ങനെ നിന്നു. പക്ഷേ പി ഭാസ്കരൻ മാസ്റ്റർ എന്ന മഹാനായ ആ കവി എഴുതി വെച്ച് ഇദ്ദേഹത്തിന് കൊടുത്ത ആ പാട്ട് മലയാള മനസ്സുകളിൽ എക്കാലത്തും കൽപ്പാന്തകാലത്തോളവും ജീവിക്കുന്നു എന്നതാണ് ഈ പാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാഷ് ഭാസ്കരൻ മാഷ് ഇത് എഴുതുമ്പോൾ ശോഭന പരമേശ്വരൻ നായർ, ഈ ഡയറക്ടർ സുഖു, AK ലോഹിദാസ്, ഞങ്ങൾ 4 പേര് ഇരുന്നിട്ടാണ് ഈ പാട്ടുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഭാസ്കരൻ മാഷോട് പറഞ്ഞു, ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഒരു പാട്ട് വേണം മാഷ്. അപ്പോൾ ലോഹി സ്ക്രിപ്റ്റൊക്കെ ആയിട്ട് ആ സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്ത് ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് മൂപ്പര് ഒരു പുസ്തകം കൈപിടിച്ച് ഇങ്ങനെ തെക്ക് വടക്കായിട്ട് അവൾ ഫസ്റ്റ് ഫ്ലോറിൽ ഇങ്ങനെ ഉലാത്തി ഇങ്ങനെ കൈ പിടിച്ച് പുസ്തകം വെച്ചിട്ട് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ പരമോ ഒരു 4 വരി കിട്ടി, ഒന്ന് നോക്കൂ എങ്ങനെയുണ്ടെന്ന്. സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവെക്കാം, ആശത്തൻ തേനും നിരാശത്തൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവെക്കാം. ആഹാ മാഷെ ബലെ അത് പിടിച്ചോളൂ, സംശയത്തില്ല. ലോഹി എങ്ങനെയുണ്ട്? അതിമനോഹരം, ഞാൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറം ഗംഭീരം മാഷ്. അത് തുടങ്ങിക്കോളം പറഞ്ഞു. എന്തിനു പറഞ്ഞു? 4 വരി എഴുതി എനിക്ക് ഹാർമോണിയത്തിൻ്റെ മുകളിലേക്ക് തന്നു. പിന്നെ ആൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും അടുത്ത വരികൾ കിട്ടി. എന്തിനു പറഞ്ഞു? 16 വരി കിട്ടി, 12 വരി. അതിങ്ങനെ പെട്ടിയിൽ വെച്ച് നോക്കിയിട്ട് നമ്മൾ ശ്രുതി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം, ആശതൻ തേനും നിരാശതൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവയ്ക്കാം. ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. ഇതിങ്ങനെ പാടി വെറുതെ. അപ്പോൾ ഭാസ്കർ മാഷും പരമണ വിദ്യാധരൻ അത് പിടിച്ചോളൂ ഒന്നും പറയണ്ട, പൊടിപ്പിത്തൊങ്ങനെ വെക്കണ്ട, അത് സൂപ്പർ ഹിറ്റാ, എടുത്തോ അത് റെക്കോർഡ് ചെയ്തോ എന്ന് പറഞ്ഞ് ബഹളം കൂട്ടി. എന്തിനു പറഞ്ഞത് നോക്കി വായിച്ചത് എങ്ങനെയാണ്, അതങ്ങനെയായി ജനങ്ങൾ സ്വീകരിച്ചു. അത് എൻ്റെ പേരിൽ ഈ പാട്ട് നിൽക്കുന്നു. മലയാളികളുള്ള എല്ലാവർക്കും അറിയുന്നൊരു പാട്ടായി പോയി. സിനിമ ഷൂട്ട് ചെയ്തിട്ടില്ല, പാട്ടിലൂടെ സിനിമ അറിയാമെന്ന് പറയില്ലേ, ആ രീതിയിലാണ് എൻ്റെ കുറേ പാട്ടുള്ളത്. അങ്ങനെയാണ് പാട്ട് പരിശോധിക്കുമ്പോൾ ഇത് ഏത് സിനിമത്തെ ചോദിക്കും. സിനിമ അറിഞ്ഞിട്ടല്ല, ഈ പാട്ടിലൂടെ സിനിമ പരിചയപ്പെടുക. അങ്ങനെ ചില അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഈ പാട്ടിൻ്റെ പിറവി ഇങ്ങനെയായിരുന്നു എന്ന് പറയാം. പരമണ്ണനൊക്കെ ഇന്ന് നമ്മളോടൊപ്പമില്ല. ഭാസ്കർ മാഷും പരമണ്ണനൊക്കെ വലിയ ചങ്ങാതികളായിരുന്നു. അപ്പോൾ അങ്ങനെ ലോഹിയും കൂടി ആദ്യത്തെ സ്ക്രിപ്റ്റിൽ ആ സിനിമ വെളിച്ചം കണ്ടില്ലെങ്കിലും പാട്ട് സൂപ്പർ ഹിറ്റാക്കി ജനം. എന്തായാലും ആ പാട്ട് നമുക്കിവിടെ കേൾക്കാം. ആ പാട്ടിലേക്ക് നോക്കാം. ഈ പാട്ട് മെയിൽ വെർഷനും ഉണ്ട്, ഫീമെയിൽ വെർഷനും ഉണ്ട്. ദാസേട്ടനും പാടിയിട്ടുണ്ട്, ചിത്ര ചേച്ചിയും പാടിയിട്ടുണ്ട്. നമ്മളിവിടെ ആസ്വദിക്കാൻ പോകുന്നത് ഫീമെയിൽ വെർഷനാണ്. നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള വീണ്ടും മുഖം ശബ്ദം ഹർഷ ചന്ദ്രൻ ആലപിക്കും. ഭാസ്കരൻ മാഷ് അദ്ദേഹത്തിന് ഓർമ്മ നഷ്ടപ്പെടുന്ന അൽഷിമേഴ്സ് വരുന്നത് വരെ ആര് ഓട്ടോഗ്രാഫ് എഴുതി കൊടുക്കുവാൻ പറഞ്ഞാലും ഭാസ്കരൻ മാഷ് എഴുതി കൊടുക്കാറുള്ള വരികൾ ഈ വരിയാണ്. സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവെക്കാം. ഇപ്പോൾ ഏറ്റവും വലിയ കാലഘട്ടം എന്ന് പറയുന്നത് ലിവിങ് ടുഗദർ കാലഘട്ടമാണ്. ഈ ലിവിങ് ടുഗദറിൽ ഒപ്പുവെക്കാൻ സാധിക്കുന്ന കോൺട്രാക്റ്റ് ഈ പാട്ടിലെ വരിയുണ്ട്. കർമ്മപ്രപഞ്ചത്തിൻ ജീവിതയാത്രയിൽ നമ്മൾക്കായി പങ്കുവെക്കാം. ഒരുപാട് സന്തോഷമുണ്ട് യുവകലാ സാഹിതിയുടെ യുവകലാസന്ധ്യ എന്ന ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം, ദൈവാനുഗ്രഹം. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവെക്കാം.
അടുത്ത ഗാനം ആലപിക്കുന്നത് ഒരു യങ്സ്റ്ററാണ്, ഫറാൻ. ഫറാനെ ക്ഷണിക്കുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ വിദ്യാധരന്മാർ ആകാശവാസികളാണ് എന്ന്. അതിലൊരു വിദ്യാധരനാണല്ലോ ഇവിടെ നമ്മളോടൊപ്പം ഇരിക്കുന്നത്. ഈ വിദ്യാധരൻ ആകാശത്തു നിന്നും താഴേക്ക് ഇറങ്ങി വന്ന് ശ്രീ എസ് രമേശൻ നായർ എഴുതിയ വാക്കുകളിലേക്കും വരികളിലേക്കും സംഗീതത്തെ തളിച്ചു. അപ്പോൾ അച്ചുവേട്ടൻ്റെ വീട്ടിലെ പൂന്തോട്ടത്തിന് ചന്ദനത്തിൻ്റെ മണമുണ്ടായി, ചന്ദ്രിക മെഴുകിയ മണിമുറ്റമുണ്ടായി, അമ്പിളി തന്നെ താഴേക്ക് ഇറങ്ങി വന്ന് നിലവിളക്ക് കൊളുത്തി, സ്വരാംഗനകൾ ഉമ്മറത്ത് ചമ്മറം പടിഞ്ഞിരുന്നു കൊണ്ട് നാമം ചൊല്ലി അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. മഷേ, ഈ പാട്ടിനൊരു ചെറിയൊരു കഥ. എസ് രമേശ് നായർ എഴുതിയ സിനിമാ ഗാനം ഒന്നേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഭക്തി ഗാനം, ഓണപ്പാട്ടുകൾ, ഗുരുവായൂരപ്പൻ, ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റികൾ, ദേവീസ്തവങ്ങളൊക്കെ ആയിട്ട് 130ഓളം പാട്ട് ചെയ്തു. പക്ഷേ ഈ പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്തുണ്ടായ രസം, ബാലേന്ദ്രമൻ്റെ സിനിമയ്ക്ക് കഥ പറഞ്ഞ് ഞാനും രമേശ് നായരും സംഗീത വിഭാഗം കൈകാര്യം ചെയ്യാൻ ട്രിവാൻഡ്രത്ത് ചെന്നു. അപ്പോൾ മേനോൻ കഥയൊക്കെ പറഞ്ഞു, നമുക്ക് ഒരു പാട്ട് കുട്ടികൾ നാമം ജപിക്കുന്നത് കേട്ട് കാണുന്ന സന്ധ്യാസമയത്തുള്ള നാമം, അങ്ങനൊരു പാട്ടാണ് നമുക്ക് ആവശ്യം. പിന്നെ ഒരു പാട്ട് നമുക്ക് വേറൊരു സിറ്റുവേഷനിലേക്കും വേണം എന്ന് പറഞ്ഞ് രമേശ് നായരോട് കഥയൊക്കെ പറഞ്ഞെടുത്ത് ശരിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ടെലിഫോണിൽ ഒരു ഫോൺ വന്നു. അപ്പോൾ രമേശ് നായർ പോയി ഓടിയെടുത്തു. സാറേ, ഞാൻ മേനാണ്, നമ്മൾ 2 പാട്ട് പറഞ്ഞിരുന്നില്ലേ, അത് തൽക്കാലം നമുക്ക് 1 മതി. ഇപ്പം മറ്റതിൻ്റെ ശരിക്കും പ്ലേസ്മെൻറ്റൊന്നും ശരിയായിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ നാമം ചെയ്യുന്ന ആ പാട്ട് ചൊല്ലുന്ന അത് മാത്രം ഇപ്പം തൽക്കാലം മതി എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ശരിയെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വേറൊരു ഫോൺ കൂടി വന്നു. അപ്പം ഞാൻ കുറേ ബഹളം കൂടി തരാൻ ആളായതുകൊണ്ട് ഞാൻ ഓടിച്ചെന്ന് അതെടുത്തു. ആ ഫോൺ എടുത്തപ്പോൾ വിദ്യാധരനാ? അതെ അതെ അതെ. ആരാ? ഞാൻ ദേവരാജന. അയ്യോ, എനിക്ക് മനസ്സിലങ്ങനെ ഒരു ധാരണയില്ലല്ലോ. എവിടെ വരെ ഈ കമ്പോസിങ്ങൊക്കെ ഇല്ല മാഷേ, അത് നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. 2 പാട്ടുണ്ടായിരുന്നു. അപ്പോൾ മേനോ അത് 1 മതി എന്നാണ് പറഞ്ഞത്. അതും കൂടെ വേണ്ടെന്ന് പറയാൻ മേലെ. ദേവരായ മാഷാണെങ്കിൽ തീർച്ചയായിട്ടും വേണ്ട, കഷ്ടപ്പെട്ട് എന്തിനാ പാട്ടുണ്ടാക്കുന്നത്, അതാണ് അതിൻ്റെ അർത്ഥം. അതും കൂടെ വേണ്ടെന്ന് പറയാൻ മേലേന്ന് മൂപ്പര്. അപ്പോൾ ഞങ്ങൾ തുടങ്ങുകയാണ്. രമേശൻ ആരും കൂടിയിട്ട് ഇപ്പോൾ ഒരു പാട്ട് മതി എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ഉണ്ടാക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ പാട്ട് എഴുതി ഉണ്ടാക്കി അങ്ങനെ ചെയ്ത് കീർത്തി ലോഡ്ജിലാണ് ട്രിവാൻഡ്രത്ത്. അങ്ങനെ തരങ്ങണിയിൽ പോയിട്ട് ചെയ്തു. അങ്ങനെയാണ് ഈ പാട്ടുണ്ടായത്. ആ പാട്ടുണ്ടായപ്പോൾ രസം, ദേവരായ മാഷ് ഇതിൽ ഇടപെട്ടു. അത് ആ ഒരു സന്തോഷ വാർത്തയും കൂടി ഇതിനൊപ്പം ഞാൻ പങ്കുവയ്ക്കുകയാണ്. നിങ്ങളത് അറിയില്ലോ. അപ്പോൾ ഞാൻ പാട്ട് പാടും കേട്ടോ. ഓക്കെ. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രിക മെഴുകിയ മണിമുറ്റം, ഉമ്മറത്തമ്പിളി നിലവിളക്ക്, ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം, ഹരിനാമജപം. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രിക മെഴുകിയ മണിമുറ്റം, ഉമ്മറത്തമ്പിളി നിലവിളക്ക്, ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം, ഹരിനാമജപം. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ.
വെള്ളത്തോട് മുത്തും പളുങ്കും തോൽക്കേണം. മുറ്റത്തു കിണറ്റിൽ കുളിർ വെള്ളത്തോട് മുത്തും പളുങ്കും തോൽക്കേണം. കാലികൾ കൂടമണിയാട്ടുന്ന തൊടുത്തിൽ കാലം വിടുപണി ചെയ്യണം. സൗന്ദര്യമേൽ കൂറമേയുമീ വീട്ടിൽ സൗഭാഗ്യം പിച്ച വെച്ചു നടക്കേണം. സൗന്ദര്യമേൽ കൂറമേയുമീ വീട്ടിൽ സൗഭാഗ്യം പിച്ച വെച്ചു നടക്കേണം. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം വദേ. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം വദേ. മക്കളീ വീട്ടിൽ മയിൽ പീലി മെത്തയിൽ മൈഥിലി മാറായി വളരേണം. മക്കളീ വീട്ടിൽ മയിൽ പീലി മെത്തയിൽ മൈഥിലി മാറായി വളരേണം. അവരുടെ സ്വയംവര പന്തലൊരുക്കാൻ കലയും കമലയും പോരേണം. വരദാന പൂക്കളമെഴുതുമീ വീട്ടിൽ വസന്തങ്ങൾ താളമേന്തി നിൽക്കേണം. വരദാന പൂക്കളമെഴുതുമീ വീട്ടിൽ വസന്തങ്ങൾ താളമേന്തി നിൽക്കേണം. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം വദേ. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം ചന്ദ്രിക മെഴുകിയ മണിമുറ്റം ഉമ്മറത്തമ്പിളി നിലവിളക്ക് ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം ഹരിനാമജപം.